ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. നമ്മുടെ നടുവിൽ ദൈവം അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജെയ്സ് പാണ്ഡനാടനായ ദൈവത്തിന് സ്തോത്രം പറയുന്നു. Dear pastor is a well-known apologist and theologian. ലോകമെങ്ങും പോയി വളരെ ഭംഗിയായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവം കർത്താവിൻ്റെ ദാസന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കാർക്കും എനിക്കറിയാം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അദ്ദേഹം പരിചിതനാണ്. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി സമയങ്ങളൊന്നും എടുക്കുന്നില്ല. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസനെ വിട്ടുകൊടുക്കുകയാണ്. I don't we put our hands together and welcome dear pastor. ത്രിയേക ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ വന്യവും പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഏറ്റവും പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ജയപ്രകാം, തൻ്റെ കുടുംബം, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, വിവിധ നിലകളിൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹശുശ്രൂഷകരെയും എൽഡേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു. ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന ഗായക സംഘം എല്ലാവർക്കുമായി സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുക. നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ദൈവവചനം വേഗം ധ്യാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓരോ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇന്നലെ മുതലൊരു ചുമയുടെ പ്രശ്നമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി ഓർപ്പിക്കുന്നു. സ്തോത്രം, ദൈവം സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി എന്നാണ് നാം ദൈവവചനം ധ്യാനിക്കുന്നത്. ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തി എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 31. പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം. ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ 33 വർഷത്തെ ജീവചരിത്രം ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ട് ക്രൈസ്തവ സഭയുടെ 35 വർഷത്തെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ലൈഫ് ഹിസ്റ്ററിയും അപ്പോസ്തല പ്രവൃത്തിയിൽ ചർച്ച് ഹിസ്റ്ററിയുമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചുരുങ്ങിയ കാലഘട്ടത്തെ സഭാചരിത്രം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊരു മോഡൽ അസംബ്ലിയാണ്. ആദിമസഭ എങ്ങനെയാണ് വളർന്നത്, ആദിമസഭയുടെ ആഭ്യന്തര ജീവിതം എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ലീഡർഷിപ്പ് എങ്ങനെയാണ്, അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ ബ്രദർഹുഡ് എങ്ങനെയാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അവരുടെ മിഷൻ സ്ട്രാറ്റജി ദൗത്യതന്ത്രങ്ങൾ എങ്ങനെയായിരുന്നു, അതുപോലെ അവരുടെ ചർച്ച് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് സഭാ വളർച്ചയുമായി ബന്ധപ്പെട്ട് സാക്രമെൻറ്റ്സ് എല്ലാം വളരെ സവിസ്തരമായി എക്കാലത്തുമുള്ള സഭ മാതൃകയാക്കേണ്ട ഒരു മോഡൽ അസംബ്ലിയാണ് ഏർലി ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഓതൻറ്റിക് ചർച്ച്, നമ്മൾ ഹിസ്റ്റോറിക്കൽ ചർച്ച് എന്ന് പറയുന്നത്. ഒരു കാര്യം തന്നെ ഞാൻ ആമുഖമായി ഓർപ്പിക്കുന്നത്, നമ്മൾ ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ തുടർച്ചയാണ്. നമ്മൾ ചരിത്രപരമായ സഭയുടെ തുടർച്ചയാണ്. ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സഭ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ തുടർച്ചയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ അപ്പോസ്തലിക സഭയുടെ ഏർലി ചർച്ചിൻ്റെ തുടർച്ചയാണ്. 2, നമ്മൾ യൂണിവേഴ്സൽ സഭയുടെ ഭാഗമാണ്. 3, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണ്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. വിവിധ കൂടിവരവുകളാണ് നമ്മളുള്ളത്. നമ്മൾ വിവിധ സഭയെന്ന് പറയില്ല, ഒറ്റ സഭയുള്ളൂ. വിവിധ കൂടിവരവുകളാണ്. ആ വാക്കാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ കൂടിവരവുകളാണ്. അതാണ് ഈ വീട്ടിലെ സഭ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഒരു സഭയാണ്, പല കൂടിവരവുകളാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ഹിസ്റ്റോറിക്കൽ ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സഭയുടെ തുടർച്ചയാണ്. അവിടെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ തിയോളജി സംസാരിക്കുന്നത്. അപ്പോസ്തോലിക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ, അപ്പോസ്തോലികാനന്തര പോസ്റ്റ് അപ്പോസ്തോലിക് പീരീഡിൽ എങ്ങനെയായിരുന്നോ, റിഫർമേഷൻ പീരീഡിൽ എങ്ങനെയായിരുന്നോ സഭ, അങ്ങനെയായിരിക്കണം കണ്ടംപററി ചർച്ച്. അപ്പോസ്തോലിക കാലഘട്ടം മുതൽ മോഡേൺ ചർച്ച്, ഈ ആധുനിക കാലഘട്ടം വരെ സഭയുടെ ഡോക്ട്രിൻ അബ്സല്യൂട്ടാണ്.
അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ ചർച്ചില്ല, കനേഡിയൻ ചർച്ചില്ല, ആഫ്രിക്കൻ ചർച്ചില്ല, കൊറിയൻ ചർച്ചില്ല, ഇന്ത്യൻ ചർച്ചില്ല, ബിബ്ലിക്കൽ ചർച്ചയേ ഉള്ളൂ. സ്തോത്രം. നാളുകളായി സഭാചരിത്രം പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എങ്ങനെയാണ് ചരിത്രത്തിൽ സഭ പെരുമാറിയത്, സഭ ഇടപെട്ടത്, സഭ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അതുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഡോക്ട്രിൻ, ഡോഗ്മ, സഭയുടെ ജീവിതശൈലി, ഇതെല്ലാം എപ്പോഴും അബ്സല്യൂട്ടാണ്. അത് മാറ്റിക്കൂടാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ കാർഡിനൽ ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. മാറ്റിക്കൂടാൻ പാടില്ലാത്തതും ഭേദഗതി വരുത്താൻ ആവശ്യമില്ലാത്തതും നിരന്തരം കൺഫസ് ചെയ്യുന്നതും പ്രഖ്യാപിക്കപ്പെട്ടതുമായ, തീർച്ചയാക്കപ്പെട്ടതുമായ പ്രമാണമാണ്. അതുകൊണ്ടാണ് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസമെന്ന് യൂദായുടെ ലേഖനത്തിൽ പറയുന്നത്. ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ബിബ്ലിക്കൽ ചർച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞത്. കൾച്ചറും കോണ്ടസ്റ്റും ഒരു വിഷയം തന്നെയാണ്. അത് അതിൻ്റെ സവിശേഷമായ സാഹചര്യത്തിലാണ് നമ്മളതിനെ വിശദീകരിക്കുന്നത്. എന്നാൽ സഭയെ സംബന്ധിച്ച് വളരെ കൃത്യമായി നാം മാതൃകയാക്കേണ്ട ഒരു സഭയാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ സഭ. ഇതാണ് ആമുഖമായി പറയുന്നത്. ഇത് നമ്മുടെ ഒരു മണിക്കകമുള്ള നമ്മുടെ ചിന്തയിൽ ഗൗരവമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏർലി ചർച്ചും കണ്ടംപററി ചർച്ചുമുള്ള താരതമ്യമായ പഠനമാണ്. നമ്മുടെ സഭ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സഭ അപ്പോസ്തലപ്രവൃത്തിയുടെ സഭയെപ്പോലെ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സഗൗരവം തുടർന്നുള്ള ചിന്തകൾ കേൾക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വർത്തമാനകാല സഭ ഒത്തിരി അകന്നാണ് ബൈബിളും ജീവിക്കുന്നത്. മോഡേൺ ചർച്ച് അല്ലെങ്കിൽ പ്രസൻറ്റ് ചർച്ച് ഒത്തിരി അകന്നാണ് ജീവിക്കുന്നത്. നമുക്കറിയാം. അതിൻ്റെ ദാർശനികമായ വെല്ലുവിളികളുണ്ട്, അതിൻ്റെ നൈതികമായ ധാർമ്മികമായ വെല്ലുവിളികളുണ്ട്, ഒത്തിരി ദൈവശാസ്ത്രപരമായ, എത്തിക്കലായ, അതുപോലെ തന്നെ സംഘടനാപരമായ, ഭരണപരമായ ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കണ്ടംപററി ചർച്ച കടന്നു പോകുന്നത്. കണ്ടംപററി ചർച്ചിൻ്റെ ഒരു പരിച്ഛേദമാണ് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെന്ന് പറയുന്നത്. ഒരു പരിച്ഛേദമാണ്. വർത്തമാനകാല സഭ കടന്നു പോകുന്ന എല്ലാ ശോചനീയമായ, നിന്ദ്യമായ അവസ്ഥകളും വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ പറയുന്നുണ്ട്. ലവ്ലെസ് ചർച്ച്, സഭ, സ്നേഹം നഷ്ടപ്പെട്ട സഭ. പേഴ്സിക്യൂട്ടഡ് ചർച്ച്, രണ്ടാം ഓർത്തിരിക്കൽപ്പാണ്. ലവ്ലെസ് ചർച്ച്, പേഴ്സിക്യൂട്ടഡ് ചർച്ച്, കോംപ്രമൈസ് ചർച്ച്, കറപ്റ്റഡ് ചർച്ച്, ഡെഡ് ചർച്ച്, ഫെയ്ത്ത്ഫുൾ ചർച്ച്, ലൂക്വേം ചർച്ച്. ഓർത്തിരിക്കാനും സ്റ്റഡികൾ എളുപ്പമാണ്. ലവ്ലെസ് ചർച്ച്, സ്നേഹം നഷ്ടപ്പെട്ട സഭ. പേഴ്സിക്യൂട്ടഡ് ചർച്ച്, പീഡനം കൊണ്ട് കടന്നുപോയ സഭ. പെർഗമോ സഭ കോംപ്രമൈസ് ചർച്ചാണ്. അവിടെയാണ് ബിലിയാമിൻ്റെ ഉപദേശവും നിക്കലോയുടെ ഉപദേശവും. ലോകവുമായി ഒരു കോംപ്രമൈസിന് തയ്യാറായി. നമുക്കറിയാം, ഒരു പോസ്റ്റ് ലിബറൽ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന രാജ്യത്ത് നമ്മളെല്ലാവരോടും കോംപ്രമൈസ് തയ്യാറാകരുത്. ബിലിയാമിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് കോംപ്രമൈസാണ്, ഒരു റിലീജിയസ് മിസ്റ്റിസിസമാണ്. ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാം പെർമിസബിൾ ആണെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ്. നിക്കലോയുടെ ഉപദേശവും അതുതന്നെയാണ്. അതൊരു കൾച്ചറൽ ഇൻഫിൽട്രേഷനാണ്. അതൊരു എല്ലാ തരത്തിൽ അനുവദനീയമാണെന്ന് ചിന്തിക്കുന്ന കാർണാലിറ്റി ഇൻ ദ ചർച്ച്, സഭയ്ക്കകത്ത് ജഡമയത്വമൊക്കെയാണ് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. സർദീസ് സഭ ഒരു ഡെഡ് ചർച്ചാണ്. സഭയ്ക്കകത്ത് മയങ്ങുന്നവർ, ഉറങ്ങുന്നവർ ഒക്കെയുണ്ട്. അപകടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ മരണത്തിലേക്ക് പോവുകയാണ്, ഒരു കൂട്ടർ മയക്കമാണ്. സഭായത്തിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല പറയുന്നത്, സ്പിരിച്വൽ ഡെത്തിൻ്റെ കാര്യം പറയുന്നത്. ഉറക്കത്തിൻ്റെ അടുത്ത സ്റ്റേജ് മരണമാണ്. ഒരു കൂട്ടർ വെന്റിലേറ്ററിലാണ്, അത് പറയുന്നുണ്ട്, ചാവാറായവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സഭയുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അത് വിശദീകരിക്കുന്നത്. ഇതിൽ 2 സഭ മാത്രമേ ഉള്ളൂ പ്രശ്നമില്ലാതെ പോകുന്നത്. ഒന്ന് സ്മുർന സഭയും ഫിലദൽഫിയ സഭയാണ്. അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നവും. ഒരു പ്രശ്നമില്ലാത്തവർക്കാണ് കഷ്ടങ്ങൾ കൂടുതൽ കേട്ടോ. അപ്പോൾ അവർക്കാണ് പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോയൊരു സഭയാണ് ഫിലദൽഫിയ സഭയെന്ന് പറയുന്നത്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്നാണ്. കണ്ടോ, അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാത്ത സഭയാണ്. ആദിമസഭയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ആദിമസഭയ്ക്ക് ഇതുപോലെ വലിയ സാങ്ച്വറി ഇല്ല, ഓഡിറ്റോറിയം ഇല്ല, കെട്ടിടമില്ല, ലാൻഡില്ല, സെമിത്തേരി ഇല്ല, സെമിനാരി ഇല്ല, പിയാനോ ഇല്ല,
ഒരു സൗകര്യങ്ങളും ഇല്ലാത്തവരാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പോലും ഇല്ലായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കണം. ആദിമസഭ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടൊന്നുമല്ല, ആരാ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അതുപോലും ഇല്ലാത്ത സഭ എങ്ങനെയാണ് 3000 പേരെ സ്ഥാനപ്പെടുത്തിയത്? എത്ര വേർഷനുള്ള ബൈബിളാണ് നമ്മുടെ കയ്യിലുള്ളത്? സ്വതന്ത്രം. ഒരു സൗകര്യമില്ലാത്ത സഭയാണ്, ഒരു സംവിധാനങ്ങളില്ലാത്ത സഭയാണ്. വലിയ പണക്കാരുടെ സഭയല്ല, ഡൊമസ്റ്റിക് സ്ലേവാണ്. ഏറ്റവും കൂടുതൽ അടിമകളാണ്, വർക്കിംഗ് ക്ലാസ്സാണ്, സാധാരണക്കാരാണ്, തൊഴിലാളികളാണ്. അവർക്ക് കൂടാൻ സ്ഥലങ്ങളില്ല. ഈ മരച്ചോട്ടിലാണ് ഇന്ന് കൂടുന്നെങ്കിൽ നാളെ എവിടെയാണെന്ന് അറിയത്തില്ല. നാളെ അറിയുന്ന ഏക സിഗ്നലാണ് ഈ ഫിഷിൻ്റെ പടം. നിങ്ങൾ ലാറ്റിൻ സഭകളൊക്കെ പള്ളികൾ കണ്ടിട്ടുണ്ടോ? മീനിൻ്റെ പടമുള്ളത്. കുരിശടയാളം 3-ാം നൂറ്റാണ്ടിന് ശേഷം കുസ്തന്തീനോസ് കൊണ്ടുവന്ന ആദ്യം മീനിൻ്റെ അടയാളമാണ്. അതിനൊരു എറ്റിമോളജി ഉണ്ട്, സ്റ്റഡി ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ മീനിൻ്റെ പടം വരച്ച് പോവും. ഇത് കണ്ട് പിടിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഏതോ സെമിത്തേരിയുടെ ഭൂഗർഭ അതിൻ്റെ അടിയിലായിരിക്കും അടുത്ത യോഗം. അവരാ രോഗികളെ സൗഖ്യമാക്കിയത്, അവരാ 3000 പേരെ സ്ഥാനപ്പെടുത്തിയത്. സ്വന്തമായി കെട്ടിടമില്ലാത്ത സഭ, സംവിധാനങ്ങളില്ലാത്ത സഭയാണവർ. യേശു പ്രസംഗിച്ച ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ്, പത്രോസ് പ്രസംഗിച്ചത് യോവേ പ്രവചനത്തിൽ നിന്നാണ്, സ്തേഫാനോസ് പ്രസംഗിച്ച പഴയ നിയമത്തിൽ നിന്നാണ്. പെരുന്നാളിന് പോയ ആൾ തേരിലിരുന്നു കൊണ്ട് യെശയ്യാപ്രവചനം 53-ാം അധ്യായം വായിച്ചാണ് സ്ഥാനപ്പെട്ടത്. യെശയ്യാപ്രവചനത്തിൽ ഇവിടെ സ്ഥാനം പറ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. ഒരു സഭ വളർന്നത് ഭൗതികമായ സൗകര്യം കൊണ്ടല്ല, അവർക്കുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവുള്ള സഭ, ഉപദേശമുള്ള സഭ, ഹോളിനെസ് ഉള്ള സഭ, അതായിരുന്നു ആ സഭ വളരാൻ കാരണം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിനകത്ത് ബാപ്റ്റിസം ഒന്നുമില്ല. പക്ഷേ ഒരു ജലാശയം കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? സ്നാനപ്പെടാൻ തോന്നി. ഒരു സൗകര്യങ്ങളും, വലിയ വിദ്യാഭ്യാസമുള്ള ലീഡർഷിപ്പ് അല്ലായിരുന്നു. ഈ അപ്പോസ്തലത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അൺസിവിലൈസ്ഡ്, അൺട്രെയിൻഡ്, അൺഎഡ്യൂക്കേറ്റഡ്. ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം. കടപ്പുറത്ത് മീൻ പിടിച്ച് കിടന്ന 10-11 ചെറുപ്പക്കാരെ കൂട്ടി ഒരു സംവിധാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരാണ് ഭൂലോകത്തെ ഇളക്കി മറിച്ചത്, അവരാണ് രോഗികളെ സൗഖ്യമാക്കിയത്, അവർ കൈവച്ചപ്പോഴാണ് മുടന്തന്മാർ തുള്ളിച്ചാടിയത്, അവരാണ് 5000 പേരെ സ്ഥാനപ്പെടുത്തിയത്, അവിടേക്കാണ് ആളുകൾ തള്ളിക്കയറിയത്, അവിടെയാണ് മന്ത്രവാദികൾ കൊണ്ടുവന്ന് പുസ്തകങ്ങളും ചരടുകൾ കത്തിച്ച് കളഞ്ഞത്. അവർക്കുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ സഭ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭ വളരും. സ്തോത്രം. ലോകത്തെമ്പാട് സഭ വളരുന്നുണ്ട്. 15,000 പേരൊക്കെ ഇന്ത്യ സഭകളുണ്ട്, ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ആരാധന വൈകിട്ട് രാത്രി 12 വരെയുണ്ട്. 15,000 പേരൊക്കെയാണ് കൂടുന്നത്. സഭകൾ ലോകത്തെമ്പാട് വളരുന്നുണ്ട്, ശക്തിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. ആദിമസഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമതായിരുന്നു. ഒരു നൂറ്റാണ്ടിൽ, ആദ്യത്തെ 1, 2, 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആത്മപ്രവർത്തന സഭയില്ലാതായി, കൃപാവരങ്ങളുടെ ജ്വലനങ്ങളില്ലാതായി, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനം പോലും ഇല്ലാതായി. നിങ്ങൾ കേൾക്കണം, 16-ാം നൂറ്റാണ്ട് വരെ ആത്മപ്രവർത്തന സഭയിലില്ലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലായിരുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടായപ്പോൾ 1517 ഒക്ടോബർ മാസം 31-ാം തീയതി മാർട്ടിൻ ലൂതർ റോമാലേഖനം വായിച്ചപ്പോൾ, റോമാലേഖനം 1:17 എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വായനയിലൂടെയാണ് പ്രൊട്ടസ്റ്റന്റ് റവല്യൂഷൻ ഉണ്ടാകുന്നത്, സഭാ വചനത്തിലേക്ക് മടങ്ങി വരുന്നത്. പിന്നീട് ആത്മപ്രവർത്തനമുണ്ടായി, വലിയ മൂവ്മെൻറ്റുകളുണ്ടായി. അതാണ് ക്വയ്ക്കേഴ്സ്, ന്യൂമാർട്സ്, പ്യൂരിറ്റൻസ്, ലൊല്ലാർഡ്സ്, ഷെയ്ക്കേഴ്സ്, ക്വയ്ക്കേഴ്സ്, ഹോളിനെസ് മൂവ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോഡേൺ പെന്തിക്കോസ്റ്റ് മൂവ്മെൻറ്റ് രൂപപ്പെട്ടു വരുന്നത്. ലൊല്ലാർഡ്സ് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോയാൽ കേട്ടോ, നല്ലൊരു സ്വോത്രം പറയാത്തൊരു കേട്ടോണം. റോഡിൽ കൂടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോയ നാട്ടുകാരിട്ട് ഇരട്ടപ്പോരാ ലൊല്ലാർഡ്സ്. മനസ്സിലായോ? റോഡിൽ നിൽക്കുമ്പോഴും മാർക്കറ്റിൽ നിൽക്കുമ്പോഴും ഓഫീസിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ വിറയ്ക്കുന്നവരായിരുന്നു ഷെയ്ക്കേഴ്സ്, വിറയ്ക്കുന്നവർ. ക്വയ്ക്കേഴ്സിനെ അറിയാമല്ലോ, ഹോളിനെസ് മൂവ്മെൻറ്റുകാർ ചൂയിങ്കം പോലും ചവയ്ക്കാത്തവരായിരുന്നു. അതിനുശേഷം വന്ന മൂവ്മെൻറ്റ് പെന്തക്കോസ് മൂവ്മെൻറ്റ്. പെന്തക്കോസ് എന്താണെന്ന് പഠിക്കണം, സഭ എന്താണെന്ന് പഠിക്കണം. അപ്പോസ്തലപ്രവൃത്തി മാത്രം പഠിച്ചാൽ മതി പ്രിയമുള്ളവർ. ആൾക്കൂട്ടമല്ല സഭ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയായി, കൃപാവരങ്ങൾ ജ്വലിക്കുന്ന സഭയായി, കൃപാവരങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സഭയായി നമ്മുടെ സഭ മാറുന്നെങ്കിൽ നമ്മുടെ സഭ വളരും. പ്രീസലാണ്. ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സഭ. ഇത് വളരെ പ്രതിസന്ധികളിലൂടെയാണ് സഭ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെമ്പാടും
വലിയ പ്രശ്നങ്ങളിലൂടെ പള്ളികൾ പൂട്ടിയിടുന്ന, പള്ളികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് തിയേറ്ററുകളായി, ബാറുകളായി, ലൈബ്രറികളായി, ഓഡിറ്റോറിയങ്ങളായി മാറുന്ന ഞാൻ നേരിട്ട് കണ്ടതാണ്. UK ചെന്നപ്പോൾ ഒരു 12 മോസ്ക് എന്നെ ഒരു പാസ്റ്റർ കൊണ്ട് കാണിച്ചു. ഇതെല്ലാം സഭയായിരുന്നു പറഞ്ഞു. 12 മോസ്ക്. പള്ളിയിൽ പോകാൻ ആളുകളില്ല. ചെറുപ്പക്കാർക്ക് ആത്മീയതയോട് വലിയ താല്പര്യമില്ല. മിസ്റ്റിസിസം, പ്രൊഫഷണലിസത്തിൻ്റെ സ്വാധീനം, കരിയറിസത്തിൻ്റെ സ്വാധീനം, മെറ്റീരിയലിസത്തിൻ്റെ സ്വാധീനം, ടെക്നോളജിയുടെ സ്വാധീനം, കൺസ്യൂമർ കൾച്ചറിൻ്റെ സ്വാധീനം, കമ്പോളത്തിൻ്റെ സ്വാധീനം. പുതിയ തലമുറയ്ക്ക് ഇതിനോട് താല്പര്യമില്ല. ഇപ്പോൾ പുതിയൊരു ട്രെൻഡുണ്ട്, മെഡിറ്റേഷൻ. പുതിയൊരു ട്രെൻഡുണ്ട്, ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ പള്ളി പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള മിസ്റ്റിസിസത്തിൻ്റെ വിവിധങ്ങളായ റാഡിക്കൽ ഹ്യൂമനിസം, എത്തിസത്തിൻ്റെ സ്വാധീനം. ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നത് നല്ല ജോലി ചെയ്ത് ഇവിടെ താമസിക്കാൻ വേണ്ടി മാത്രമല്ല. ഞങ്ങളിപ്പോൾ മിഷൻ പഠിപ്പിക്കുന്നത് ഡയസ്പോറയും മൈഗ്രേഷനും മിഷൻ്റെ ഭാഗമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് അപ്പോസ്തലർ 8 ചിതറിപ്പോയ ഇടങ്ങളിലെല്ലാം അവർ സഭ സ്ഥാപിച്ചു. ചിതറിപ്പോയ ഇടങ്ങളിലെല്ലാം അവർ സുവിശേഷം പറഞ്ഞു. ദൈവം ഇവിടെ കൊണ്ടുവന്നത് മിഷൻ്റെ ഭാഗമായിട്ടാണ്. സ്തോത്രം. ദൈവം ഇവിടെ കൊണ്ടുവന്ന മിഷൻ്റെ ഭാഗമായിട്ടാണ്. ലോകത്തെമ്പാടും ആളുകൾ ചിതറിപ്പാർക്കുമ്പോൾ അവിടെയെല്ലാം സഭ സ്ഥാപിക്കപ്പെടുന്നു, അവിടെയെല്ലാം സുവിശേഷം സ്ഥാപിക്കപ്പെടുന്നു, അവിടെയെല്ലാം സഭ സ്ഥാപിക്കപ്പെടുന്നു. സ്തോത്രം. അതാണ് വിഷയം. ഇസ്ലാമിക് ഇൻവേഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കഥയില്ല. ദൈവം ഇവിടെ കൊണ്ടുവന്ന് അതിന് 105 സങ്കീർത്തന അവസാന വാക്യത്തിലും പറയുന്നുണ്ട്, ജാതികളുടെ ലാൻഡ് നിങ്ങൾക്ക് നൽകിയത്, അവിടെ അധ്വാന പോലെ നിങ്ങൾക്ക് നൽകിയത്, നല്ല ദേശം നിങ്ങൾക്ക് നൽകിയത് എൻ്റെ ചട്ടങ്ങൾ ആചരിക്കാനും ന്യായപ്രമാണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് 105 സങ്കീർത്തനത്തിലുള്ളത്. ഇവിടെ കൊണ്ടുവന്നത് ചട്ടം ആചരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കൊണ്ടുവന്നത് ന്യായപ്രമാണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം ഇവിടെ കൊണ്ടുവന്നത് നല്ല ലാൻഡ് നിങ്ങൾക്ക് നൽകിയത്, നല്ല ദേശം നിങ്ങൾക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണ്? ജാതികളുടെ അധ്വാനം നൽകിയത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. സൗകര്യങ്ങൾ ദൈവത്തെ മറക്കാൻ എടുക്കരുത്. ഇതെല്ലാമായിട്ടും അവർ ദൈവത്തെ മറന്നു കളഞ്ഞെന്ന് പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്ത ഒരാളാണ്. സഭായത്തിന് ഭാഗത്തൊരു സെൻട്രൽ പാസ്റ്ററിൻ്റെ മോനെ ഈ അടുത്തിടെ ഞാൻ കണ്ടുപിടിച്ചു UK ചെന്നപ്പോഴത്തേന്. അപ്പോഴാണ് എനിക്ക് ഈ മുരളി തുമ്മാരുകൂടി എന്ന് പറയുന്ന സ്കോളറുണ്ട്, അറിയാമല്ലോ, നമ്മുടെ ശശി തരൂരിനെ പോലെ UN ജോലി ചെയ്താൽ. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായമാണ് ഈ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട് സ്റ്റഡി മൈൻഡ് കൊണ്ടൊന്നും അല്ലേ പോകുന്നത്, ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടൊരു പഠനമുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണ്. വീടും നാടും സഭയെല്ലാം കൺസർവേറ്റീവ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പലരും കൂട്ടായ്മകൾ പങ്കെടുക്കുന്നില്ല. വചനത്തോട് ആത്മീയതയോടും വലിയ താല്പര്യമില്ല. ഇതെല്ലാം ഗവേഷണങ്ങളാണ്, പഠനങ്ങളാണ്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇതും വലിയ താല്പര്യമില്ല. ഇന്ന് പകൽ വളരെ വ്യക്തമായി പറയുന്നു, വചനത്തിലേക്ക് മടങ്ങി വരണം, ആത്മീയ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ മൂല്യങ്ങൾ ഉണ്ടാകണം പ്രിയമുള്ളവർ. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി തകരുന്നു പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, പള്ളികൾ പൂട്ടുന്നു പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. ഇത് ആര് നിലനിർത്തണം? ആർക്കാണ് ഉത്തരവാദിത്വം? ആർക്കാണ് ഉത്തരവാദിത്വം പ്രിയമുള്ളവർ? ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ സഭ അതിൻ്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണം. ആ സഭ അതിൻ്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. റെമഡി എന്ന് പറയുന്നത് പരിശുദ്ധമാവ് സഭയിൽ പ്രവർത്തിക്കണം. മക്ഡൊണാൾഡിൻ്റെ ഒരു സ്റ്റഡിയുണ്ട്, സഭ കടന്നു പോകുന്ന വിവിധ സ്റ്റേജുകളെക്കുറിച്ച്. വില്യം മക്ഡൊണാൾഡ് പറയുന്നത്, ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എമ്മ, ആദ്യത്തെ എം മെൻ, മനുഷ്യൻ. ഒരു വ്യക്തിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഒരു വ്യക്തിയില്ല, ദർശനം ഒരാൾക്കേ കിട്ടൂ. മാർട്ടിൻ ലൂതർ ആകാം, ചാൾസ് ഫിന്നി ആകാം, അത് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആകാം, RF കുക്ക് ആകാം, K. അബ്രഹാം ആകാം, ചാൾസ് പ്രഹാം ആകാം, വില്യം സെയ്മൂർ ആകാം. ഒരാളിലാണ് ഇത് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ എം മിഷൻ, മൂന്നാമത്തെ എം മൂവ്മെൻറ്റ്, നാലാമത്തെ എം എന്ന് പറയുന്നത് മെഷീനാണ്, അഞ്ചാമത്തെ എം എന്ന് പറയുന്നത് മോണുമെൻറ്റ്. ഇതാണ് ആ സ്റ്റേജ്. ഒരു വ്യക്തിയിൽ ആരംഭിച്ച് കൊള്ളാം, രണ്ടാമത്തെ മിഷൻ, രണ്ടാമത്തെ സ്റ്റേജും കൊള്ളാം, മൂന്നാമത്തെ സ്റ്റേജ് മൂവ്മെൻറ്റ് വലിയ തരംഗമായി മാറി. അടുത്ത സ്റ്റേജ് സഭ ഡിക്ലൈനിലേക്ക് പോവാണ്. ആ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ സഭ കടന്നു പോകുന്നത്. എന്താ ഡിക്ലൈൻ? മെഷീനാണ്. എല്ലാം യാന്ത്രികമാണ്. കോൺഫറൻസർ യാന്ത്രികം, മാസയോഗം യാന്ത്രികം, സഭായോഗം യാന്ത്രികം, എല്ലാം വളരെ യാന്ത്രികമാണ്. സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നത് പോലെ കറങ്ങും. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും അത് കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് യാന്ത്രികത എന്ന് പറയുന്നത്. ആർക്കും മനസ്സിലാകത്തില്ല കറണ്ട് പോയത് പോലും. കറണ്ട് പോയത് മനസ്സിലാക്കുന്ന അതിബുദ്ധിമാനായ ഒരു അച്ചായൻ കാണും. അദ്ദേഹം കൈകൊണ്ട് ഇത് കറക്കും വീണ്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. നിസ്സാരമല്ല, അതീവ ഗൗരവമായി പ്രസംഗം ശ്രദ്ധിക്കണം. സഭ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്.
ഈ മെഷീൻ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ് മോണുമെൻ്റാണ്. മോണുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബോർഡ് മാത്രം കാണും റോഡ് സൈഡിൽ. കോട്ടയം കുമളി റോഡിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല അത് പറഞ്ഞാൽ, നാഷണൽ ഹൈവേയുടെ MC റോഡിൻ്റെ സൈഡിൽ 1920കളിൽ RFക്ക് സ്ഥാപിച്ച സഭയിൽ നിന്ന് ബോർഡും മാത്രം കാണും. ഇത് ഒരു മ്യൂസിയം, അകത്താളില്ല. ആളെവിടെ പോയി? ആളുകളില്ല. ഇത് പുരാവസ്തുവായി മാറും. അങ്ങനെ പുരാവസ്തുവായി മാറാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് സഭ മിഷനിലേക്ക് മടങ്ങി വരണം, സഭ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം, സഭ ആ മൂവ്മെൻറ്റിലേക്ക് മടങ്ങി വരണം. പ്രിയമുള്ളവരെ, ആ ദൗത്യത്തിലേക്ക് സഭ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അത് വളരെ റിസ്ക്കാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ എഫെസോസിൻ്റെ പെർഗമോസിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഈ ലവോദിക സഭയുടെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ടോട്ടലി സഭ ഭൗതികവൽക്കരിക്കപ്പെട്ടു. ലൂക്ക് വേം വളരെ വാട്ടവെള്ളം പോലെയാണ്, ചൂടും തണുപ്പുമല്ലാത്ത അവസ്ഥയാണ്. വളരെ ഭൗതികവൽക്കരിക്കപ്പെട്ട സഭ ടോട്ടലായി ആത്മീയ നഷ്ടപ്പെട്ടു പോയി. ഒരു നവലിബറൽ കാലഘട്ടങ്ങളിലെ കോർപ്പറേറ്റ് ചർച്ചിൻ്റെ എല്ലാ ലക്ഷണവും കാണിക്കുകയാണ്. ക്രോണിക് ക്യാപിറ്റലിസമാണ് കാണിക്കുകയാണ്. ബിസിനസ് ഗ്രൂപ്പുകൾ സഭയെ നിയന്ത്രിക്കുന്ന, കച്ചവടക്കാരൻ സഭയെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും, ഈ എഫെസോ സഭയ്ക്കകത്ത് നിലവിളക്കിന് നടുവിലാണ് യേശു നിൽക്കുന്നതെങ്കിൽ ലവോദിക്കകത്ത് വന്നപ്പോൾ സഭയ്ക്ക് പുറത്ത് എങ്ങനെ യേശു പോയി? സഭയ്ക്ക് പുറത്തതിൻ്റെ കാരണം മെറ്റീരിയൽസ് അകത്ത് വന്നപ്പോൾ, നിക്കലുടെ ഉപദേശം അകത്ത് വന്നപ്പോൾ, ബിലിയാമിൻ്റെ ഉപദേശം അകത്ത് വന്നപ്പോൾ, സഭയെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഇസബേലിസം സഭയ്ക്കകത്ത് വന്നപ്പോൾ ഉണ്ടോ? ഗൈനാർക്കിയാണ്. ഇസബേലിസത്തെക്കുറിച്ച് വലിയ പഠനമാണുള്ളത്. എവിടെ ആഹാബുണ്ടോ അവിടെ ഇസബേൽ ഉണ്ടായിരിക്കും. അധികാരത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അധികാരത്തെ നിയന്ത്രിക്കുന്ന ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് ഇസബേലിസം. ഗൈനാർക്കിയാണ്. അതാണ് ഇന്ന് കാണുന്നത് LGBT മൂവ്മെൻറ്റുമായി നിൽക്കുന്ന റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ എല്ലാ തോന്നിയാസങ്ങളും എന്ന് പറയുന്നത്. അതാണ് കാണിക്കുന്നത്. അത് ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിൽ, അതുപോലെ തന്നെ വിവിധങ്ങളായ കാര്യങ്ങളുടെ പേരിൽ ലോകത്തെമ്പാടും അഴിഞ്ഞാടുകയാണ്. തിന്മകൾ അഴിഞ്ഞാടുകയാണ്. അതിന് ഒറ്റ റെമഡിയുള്ളൂ. അതാണ് പറഞ്ഞത്, അവരുടെ മേൽ ഞാൻ ജാതികളുടെ മേൽ അധികാരം തരും. ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകവും അധികാരവും ദൈവകൃപയും ഉണ്ടെങ്കിൽ മാത്രമേ ഇസബേലിസത്തെ തകർക്കാൻ പറ്റത്തുള്ളൂ. നിസ്സാര വിഷയത്തിലൂടെയല്ല കണ്ടംപററി ചർച്ച കടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? ലവോദിക്ക സഭയുടെ പീരീഡ് എത്തിയപ്പോഴത്തേക്കും ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത നിലയിലേക്ക് സഭ ഭൗതികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ സമ്പന്നരാണ്. ഞങ്ങൾക്ക് അപ്പോസ്തലരുടെ സ്റ്റഡി എന്തിനാണ്? വെളിപ്പാടുത്തതിൻ്റെ പഠനം എന്തിനാണ്? കംഫർട്ടാണ് ഞങ്ങൾ. ഈ രീതിയിലേക്കുള്ള രീതിയാണ്. അതൊരു വ്യാജ ആത്മീയതയാണ്. ആ വ്യാജ ആത്മീയതയിൽ അവരഭിരമിക്കുകയാണ്. അങ്ങനെയുള്ള ലജസിയിൽ അഭിരമിച്ച് ലീഗലിസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കോർപ്പറേറ്റ് ചർച്ചിൻ്റെ എല്ലാ ദൂഷിച്ച അവസ്ഥകളും ആ സഭയ്ക്കുണ്ട്. അതാണ്. എന്തിനാണ് ഈ വിശകലനം നടത്തുന്നത്? സഭ അതിൻ്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണം. സഭ അതിൻ്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണം. സഭാ വളർച്ചയ്ക്ക് വേണ്ടി കൃപാപുരങ്ങളെ ഉപയോഗിക്കണം. അന്യഭാഷ ഭാഷണമുണ്ടാകണം. പ്രവചനപരം വെളിപ്പെടണം. കൃപാപുരങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെടണം. അതാണ് വിഷയം. അങ്ങനെയുള്ള സഭകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും രോഗശാന്തിയുണ്ട്, ഇന്നും പ്രവചനമുണ്ട്. നമ്മൾ ക്രിറ്റിസിസം നടത്തിയാൽ മാത്രം പോരാ, ഓൾട്ടർനേറ്റീവ് അവതരിപ്പിക്കണം. എന്താണ് ഓൾട്ടർനേറ്റീവ്? എന്താണ് ശരി? എന്താണ് സത്യം? പരിശുദ്ധമാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് കർമ്മനിരതനാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തയ്യാറായാൽ എല്ലാ മന്ദതകളും മാറും, മയക്കങ്ങളും മാറും, മരവിപ്പുകൾ മാറും. പ്രിയമുള്ളവർ, അതാണ് ആത്മപ്രവർത്തനം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലൂടെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ്, അതാണ് വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ, എങ്ങനെയാണ് ആദിമസഭയിൽ പ്രവർത്തിച്ചത്, അതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അപ്പോസ്തലരുടെ സഭയൊക്കെ പെർഫെക്റ്റാണെന്ന് ചിന്തിക്കരുത്. ഇന്നുള്ള എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നു, ബെറിയേശു ഉണ്ടായിരുന്നു, പൈസ അടിച്ചു മാറ്റുന്ന അനനിയാസും സവീറയും ഉണ്ടായിരുന്നു, ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വ്യാജൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ മനുഷ്യൻ എവിടെയുണ്ടോ മനുഷ്യനുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ സഭയ്ക്കകത്തുണ്ട്. കൊരിന്ത്യൻ സഭ നോക്കിയൂ. കൊരിന്ത്യൻ സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, സെക്ടേറിയനിസം, ഇമ്മോറാലിറ്റി ഉണ്ടായിരുന്നു. കൊരിന്ത്യൻ സഭയ്ക്കകത്ത് ഇല്ലാത്ത ഒരു പ്രശ്നമില്ല.
അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ വിഷയം എന്നാ, പിന്നെ എങ്ങനെ ഇത് വളർന്നു എന്നുള്ളതാണ്. എല്ലാ കാലഘട്ടങ്ങളിലും വ്യാജമുണ്ട്, പക്ഷേ എല്ലാ കാലഘട്ടങ്ങളിലും നന്മയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലുണ്ടെന്ന്. കണ്ടോ? ഇതിൻ്റെ നടുവിലും റംനന്റ്, അതാണ് റോമാലേഖനം 11:4 വാക്യം. ദ റംനന്റ് ഷാൽ റിട്ടേൺ അറ്റ് ദിസ് പ്രസന്റ് ടൈം ദർ ഇസ് എ റംനന്റ് ഓഫ് ഗോഡ്. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പുണ്ട്. എല്ലാ തിന്മകൾ ആ മുടിയഴിച്ചിട്ടാടിയാലും, എല്ലാ പ്രതികൂലങ്ങളായാലും, പ്രിയമുള്ളവരെ പറയട്ടെ, എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു കൂട്ടം കൊണ്ടുണ്ടായിരിക്കും. അത് പട്ടകത്തിൽ കയറി 8 പേരാണ്, അത് നക്കി കുടിച്ച 300 പേരാണ്, അത് ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരാണ്, അത് ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരാണ്. എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുന്നൊരു ശേഷിപ്പുണ്ടാകും. ആ ശേഷിപ്പിന് ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. ഏറ്റവും അനുഗ്രഹീതമായ പഠന അപ്പോസ്തല പ്രവൃത്തിയിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അടിമുടി പരിശുദ്ധമാവന നിയന്ത്രിക്കപ്പെട്ടൊരു സഭ. നിങ്ങൾ നോക്കൂ, പീഡനം കൂടെ കടന്നുപോയ സഭയാണ്. പൊളിറ്റിക്കൽ ചലഞ്ചസ്, റിലീജിയസ് ചലഞ്ചസ്, സഭ എങ്ങനെ പിടിച്ചിരിക്കും? അവിടെ നേതാവായ കർത്താവിൻ്റെ തിരോധാനം സംഭവിച്ചു. അപ്പോസ്തലന്മാർ ഓരോന്നിനായിട്ട് മരിക്കുന്നു. യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു. ജാതികൾ വന്നപ്പോൾ സഭയ്ക്കകത്ത് ജാതീയമായ കലർപ്പ്, ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കുന്നു. സ്റ്റേറ്റ് സഭയെ പീഡിപ്പിക്കുന്നു. ജൂഡായിസത്തിൻ്റെ ആക്രമണം വേറെ. എങ്ങനെ പിടിച്ചിരിക്കും? പിടിച്ചിരുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിനാലാണ്. പ്രസംഗിച്ചത് മുഴുവൻ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചാണ്. പ്രതീക്ഷ മുഴുവൻ പുനരാഗമനമായിരുന്നു. മനസ്സിലായി? റിസറക്ഷനും പുനരാഗമനമായിരുന്നു ആ സഭയെ പിടിച്ചു നിർത്തിയത്. പരിശുദ്ധാത്മാവായിരുന്നു ആ സഭയെ പിടിച്ചു നിർത്തിയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വലിയ പീഡനം കൂടെ കടന്നുപോയ സഭയാണ്. മാർക്കസും ട്രാജനും നീറോയും വലേറിയനും വെസ്പേഷ്യനും ഡയോക്ലീഷ്യനും എല്ലാവരും പീഡിപ്പിച്ചിട്ടും ഈ ചെറിയ ഗ്രൂപ്പിനെ തകർക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട സഭ. അതാണ് ഹോളി സ്പിരിറ്റ്. ആ സഭയുടെ യൂണിറ്റി, ആ സഭയുടെ ബ്രദർഹുഡ്, ആ സഭയുടെ ലവ്, സ്നേഹം, അവർ ഹോളിനെസ്, അവർ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ചർച്ച് ഗ്രോത്ത്, അവരുടെ മിഷൻ, അവരുടെ ലീഡർഷിപ്പ്, അവരുടെ ഡിസൈപ്പിൾഷിപ്പ്, അവരുടെ സ്റ്റുവേർഷിപ്പ് എല്ലാം പാഠമാക്കണം. ഐക്യതയുള്ള സഭ, സ്പിരിറ്റ് ഓഫ് യൂണിറ്റി. 2-ാം അധ്യായം 44-45 വാക്യം, 4-ാം അധ്യായം 32 വാക്യങ്ങൾ. അവരെന്താണെന്നറിയാമോ? ഒരേ ചിന്ത, ഒരേ വികാരം, ഒരേ വിചാരം, ഒരേ മനസ്സ്, ഐക്യതയുള്ള സഭയായിരുന്നു. യൂണിറ്റി, അതാണ് ആ സഭ. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. 1000 വർഷം സഭ വളർന്നില്ല. എന്നും സ്വപ്നം കാണാമോ? 1000 വർഷം സഭ വളർന്നില്ലെന്ന് പറയും. സഭ 1000 വർഷം പിളർന്നില്ലെന്ന്. 1000 വർഷം സഭ പിളരാതിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാം നമുക്ക്? എന്നാൽ സഭ പിളർന്നെന്നറിയാവോ? 1054 മേജർ സ്കിസോ നമ്മൾ പഠിപ്പിക്കുന്നത്. പടിഞ്ഞാറ് സഭകൾ, വെസ്റ്റേൺ സഭകൾ, ലാറ്റിൻ സഭകളും കിഴക്കൻ സഭകൾ, ഈസ്റ്റേൺ സഭകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളുമായിട്ട് പിളരാൻ 1054 വർഷം എടുത്തു. പിടികിട്ടിയോ? ഒരു സഭ പിളരാൻ 1000 വർഷം എടുത്തെങ്കിൽ ആ സഭ എന്തോ സഭയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സ്തോത്രം. 1000 വർഷം സഭ പിളർന്നില്ലെന്ന്. ഇനി അടുത്ത കൊല്ലം വരുമ്പോൾ അറിയാം ഏതൊക്കെ സഭ പിളർന്നെന്ന്. നിസ്സാര വിഷയമല്ല, ഗൗരവമായി വിഷയം എടുക്കണം. 1000 വർഷം വചനത്തിൽ നിന്ന് പോയിട്ട് ആത്മപ്രവർത്തനം നിന്നിട്ട് പോലും വളർന്നില്ലെന്നർത്ഥം. 1057 വരെ ഒരു സഭ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ പിടി കിട്ടിയോ? ഒരു കൗൺസിൽ കൂടാൻ 50 വർഷം എടുത്തത്. ആദ്യത്തെ കൗൺസിൽ, ജെറുസലേം കൗൺസിൽ 15-ാം അധ്യായത്തിലാണ്. ഒരു കമ്മിറ്റി കൂടാൻ 50 വർഷം എടുത്തെങ്കിൽ പിന്നെ ആ സഭയെ നയിച്ചതാരാ? പറ നിങ്ങൾ. ഒരു കമ്മിറ്റി കൂടാൻ 50 വർഷം എടുത്തെന്ന്. അപ്പോൾ ആ സഭയെ നയിച്ചതാരാ? ഹോളി സ്പിരിറ്റാണ്. 2-ാമത്തെ കമ്മിറ്റി കൂടാൻ പിന്നീട് 300 കൊല്ലം കഴിഞ്ഞ് 325-ലാണ് നിസ്സയായി കൂടിയത് നൈഷ്യൻ കൗൺസിൽ. ഞങ്ങൾക്ക് മുളക്കഴി എല്ലാ ചൊവ്വാഴ്ചയും കൗൺസിലാണ്. എനിക്കതിലെന്താണ്, എനിക്കവിടെ ഒരു ഓഫീസുണ്ട്, മീഡിയയുടെ ഡയറക്ടറാണ് ഞാൻ, അവിടെ കാണുന്നതാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് വിഷയം എടുക്കുക. ഒരു കൗൺസിൽ കൂടാൻ 50 വർഷം എടുക്കണമെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ കൈകാര്യം ചെയ്ത്? പിന്നീട് കൗൺസിൽ കൂടാൻ 325 കൂടിയത്. പിന്നെ ഫോസോസി, കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ
അതിയുമാതെ എന്ത് പറയാനാ കൂടിയെന്നറിയാമോ? സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ചർച്ച ചെയ്യാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം ചർച്ച ചെയ്യാൻ, അമ്മ മറിയത്തിൻ്റെ മരിയോളജി, മരിയൻ ഡോക്മ, മരിയൻ ഡിവോഷൻ ചർച്ച ചെയ്യാൻ, തിയോളജി ചർച്ച ചെയ്യാൻ അവർ കൂടുന്നത്. അല്ലാതെ ഈ പിന്നെ ഗേറ്റ് പറിച്ച് ഇപ്പുറത്ത് വെക്കണമെന്നുള്ള കൂടെ പറയാൻ വേണ്ടിയല്ല കൂടുന്നത്. നിങ്ങൾ ഇന്ന് ഈ പുള്ളി എവിടെ നിന്ന് കിട്ടിയെന്ന് ഇതേ പറയത്തുള്ളൂ. അതിനെന്നെ വേറെ എന്തോ പറയേണ്ടത്? നിങ്ങൾ പറ. സഭകളോട് വേറെ എന്താ പറയേണ്ടത്? 40 അടയാളമുള്ള ഷർട്ട് എല്ലാവരും ഇടിക്കണോ? അളവുള്ള ഷർട്ട് അതാണോ ചെയ്യേണ്ടത്? ഗൗരവമായി സഭ മടങ്ങി വരണം. ഇത് ഈ സഭയോട് മാത്രം പറയുന്നല്ല, വർത്തമാനകാല സഭ ബൈബിളിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ വില്യം മക്നാർഡ് പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ചെന്നെത്തും, ആൾ കാണത്തില്ല. കേരളത്തിലെ സഭ തന്നെ 10 വർഷമേ ഉള്ളൂ ആയുസ്. ഡയസ്പോറ മൈഗ്രേഷൻ ഉണ്ടാക്കുന്ന വിഷയം വേറെ. ഒരു 10 വർഷം കഴിഞ്ഞ് കേരളത്തിലെ സഭകൾ പൂട്ടും. നേരെ പകുതിയാണ് ഇപ്പോൾ മെമ്പർഷിപ്പ്. +2 കഴിയുമ്പോൾ പിള്ളേരെല്ലാം പോവുകയാണ്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോപ്പുലേഷൻ റേറ്റ് ഇല്ല, ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ 6 മക്കളുണ്ടായിരുന്നു. എല്ലാവരും ഓരോ വയസ്സിന് വ്യത്യാസമാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് 6 മക്കൾ. 6 പേർ കൂടി ഇപ്പോൾ 6 മക്കളില്ല. മനസ്സിലായില്ലേ? ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ്. എൻ്റെ 51 മുതലുള്ള സെൻസസ് ഇരിപ്പുണ്ട്, ഡേറ്റ വെച്ചാണ് ഈ പറയുന്നത്. ഞാൻ അതിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. പോപ്പുലേഷൻ റേറ്റ് കുറവാണ്, ഫെർട്ടിലിറ്റി റേറ്റ് കുറവ്, കൺവേർഷനും ഇല്ല. അതുകൊണ്ടൊരു 10 കൊല്ലം കഴിയുമ്പോൾ അതെല്ലാം പൂട്ടിക്കിട്ടും. ഈ അവസ്ഥയിലൂടെയാണ് നാട്ടിലെ സഭയും കടന്നു പോകുന്നത്. വളരെ ഗൗരവമായി നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് വല്ല സമുദായത്തിൻ്റെ മണ്ടക്കൂടെ കയറിയിട്ട് കാര്യമില്ല, അത് അവരുടെ കഴിവാണ്. സ്തോത്രം, സ്തോത്രം. നമ്മുടെ തകർച്ചയ്ക്ക് കാരണം, നമ്മുടെ പരാജയത്തിന് കാരണം വേറെ സമുദായമൊന്നുമല്ല. നമ്മുടെ പ്രശ്നത്തിന് കാരണം നമ്മൾ തന്നെയാണ്. സ്തോത്രം, സ്തോത്രം. ഐക്യതയുള്ള സഭ, ഈ പരിശുദ്ധമായ യൂണിറ്റിയാണ്. തലമുറ ഓർത്ത് കരയണം. മോളെ ബയോളജി മാത്രം പഠിപ്പിച്ചാൽ പോരാ, തിയോളജി കൂടെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനുകൊണ്ടാണ് സോണിയ സെബാസ്റ്റ്യൻ ഇപ്പോൾ സിറിയയിൽ ഇരിക്കുന്നത്, മെർലിൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അമ്മ പഠിപ്പിക്കാഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ ആർക്ക് വേണമെന്ന് പറഞ്ഞിരുന്നുകൊണ്ടാണ്. നിരന്തരമായി പറയുന്നതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ 2 പേരെ വിളിച്ചുകൊണ്ട് വന്നത്. ഈ വിഷയം ഞങ്ങളുടെ അടുക്കൽ ആദ്യം എത്തുന്നത്, അപ്പോളജിസ്റ്റുകളുടെ അടുക്കൽ. അങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങളാണ്, പ്രണയമത മാറ്റങ്ങളാണ്, കാര്യങ്ങളാണ്. കാറ്റഗറിസം പഠിപ്പിക്കത്തില്ല, ഡോക്ടറും പഠിപ്പിക്കത്തില്ല, ട്രിനിറ്റി പഠിപ്പിക്കത്തില്ല. ട്രിനിറ്റി മക്കൾക്ക് ക്ലാസ് എടുത്ത ആളാണ് ഞാൻ, ചുമ്മാ പ്രസംഗിക്കുകയല്ല. 2 മക്കൾക്കും തൃത്വത്തിൻ്റെ ക്ലാസ് വീട്ടിലെടുത്ത ആളാണ്. മകൾക്കും മകനും തൃത്വത്തെക്കുറിച്ച് ഡൗട്ടില്ല. 2 പേർക്കും ട്രിനിറ്റിയുടെ ക്ലാസ് എടുത്ത ആളാണ് ഞാൻ. ഒരാൾ BSc ബാംഗ്ലൂർ പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ്സുകാരൻ. 2 പേർക്കും തൃത്വത്തെക്കുറിച്ച് ഡൗട്ടില്ല. ഞാൻ പഠിപ്പിച്ചതാണ്. അത് പാസ്റ്ററല്ല പഠിപ്പിക്കേണ്ടത്, സൺഡേ സ്കൂൾ അധ്യാപകരല്ല പഠിപ്പിക്കേണ്ടത്, മാതാപിതാക്കളുടെ ജോലിയാണ്. മാതാപിതാക്കളുടെ ജോലി. ചർച്ചകോടിൻ്റെ വിശ്വാസ പ്രമാണം 14 എനിക്ക് കാണാൻ അറിയാം. കാരണം ഞങ്ങളുടെ സഭയിൽ നിർബന്ധമായിരുന്നു ചൊല്ലാൻ. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അത് ചൊല്ലുമായിരുന്നു, നിർബന്ധമായിരുന്നു. ചർച്ചകോടിൻ്റെ വിശ്വാസ പ്രമാണം വെബ്സൈറ്റിലുണ്ട് 14. വേദപുസ്തകത്തിൻ്റെ അക്ഷരപ്രകാരമുള്ള ദൈവവിശ്വാസ്യത്തിലും പിതാപുത്രൻ പരിശുദ്ധാത്മ 3 ആളത്തങ്ങൾ നിത്യനായ ഏകദൈവത്തിലും വിശ്വസിക്കുന്ന പറഞ്ഞ് 14 ഉണ്ട്. മനസ്സിലായോ? കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കൾ അത് ചെയ്യണം. കൃത്യമായിട്ട് നമ്മളത് പഠിപ്പിക്കണം. അല്ലെങ്കിൽ തലമുറ കൊടുത്ത് കരയേണ്ടതായിട്ട് വരും. സ്തോത്രം. അതുകൊണ്ട് ഗൗരവമായി പറയട്ടെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന തലമുറ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ, അത് ഐക്യതയുള്ള സഭയായിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, അത് ആ ആത്മാവ് പരിശുദ്ധമായ ഐക്യതയുടെ ആത്മാവായിരുന്നു, മിഷൻ്റെ ആത്മാവായിരുന്നു. ആ പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവായിരുന്നു, ഐക്യതയുടെ ആത്മാവായിരുന്നു, സോളിഡാരിറ്റിയുടെ ആത്മാവായിരുന്നു, ബ്രദർഹുഡിൻ്റെ ആത്മാവായിരുന്നു. സ്തോത്രം. ആ ചർച്ച് ഷെയറിങ് ചർച്ചായിരുന്നു, കെയറിങ് ചർച്ചായിരുന്നു, ലവിങ് ചർച്ചായിരുന്നു, ഗിവിങ് ചർച്ചായിരുന്നു, ഗ്രോയിങ് ചർച്ചായിരുന്നു. അങ്ങനൊരു സഭ മാറണമെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ ഇറങ്ങി ഞങ്ങളുടെ സഭയിൽ ഇത് പ്രവർത്തിക്കണമേ. ഐക്യതയുള്ള സഭ. ഐക്യതയെക്കുറിച്ച് പറയുമ്പോൾ ആ സഭ പ്രശ്നമില്ലെന്നല്ല, പ്രശ്നമുണ്ട്. 3 കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. 3 കോൺഫ്ലിക്റ്റ്. അത് ഇച്ചിരി ഫിലോസഫിക്കില്ല, ശ്രദ്ധിച്ചിരിക്കണം. 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, 15-ാം അധ്യായത്തിലെ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, 15-ാം അധ്യായം 38-ാം വാക്യത്തെ മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. അപ്പോസ്തലപ്രവൃത്തിയിലെ 3 കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഏറ്റവും ഗൗരവമായ 3 കോൺഫ്ലിക്റ്റിലൂടെ സഭ കടന്നുപോയി. ഒന്ന് 6-ാം അധ്യായത്തിലെ 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്.
ആരൊക്കെ തമ്മിലാ? ചാപ്റ്റർ 6. ആരൊക്കെ തമ്മിലാണ്? ഗ്രീക്ക് സ്പീക്കിംഗ് ജൂസ്, അവരെയാണ് ഹെലനിസ്റ്റിക് ജൂസ് എന്ന് പറയുന്നത്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരാണ് ഹെലനിസ്റ്റിക് ജൂസ്, അവർ പാലസ്തീന് പുറത്തുള്ളവരാണ്. മറ്റൊന്ന് ഹീബ്രു സ്പീക്കിംഗ് ജൂസ്, അവരാണ് നേറ്റീവ് ജൂസ്, എബ്രായ ഭാഷ സംസാരിക്കുന്നവർ. വേറൊരു കൂട്ടിലൂടെ സഭയ്ക്കകത്തുണ്ട്. ആരാന്നറിയാമോ? പ്രോസ്ലൈറ്റ് ജ്യൂസ്. ആരാ പ്രോസ്ലൈറ്റ് ജ്യൂസ്? പറഞ്ഞേ. പ്രോസ്ലൈറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ പറയുന്നുണ്ടല്ലോ, യഹൂദ മതാനുസാരിയായ നിക്കോലാവാസ്. നിങ്ങൾ മലയാള ബൈബിളിൽ യഹൂദ മതാനുസാരി എന്ന് കാണുമ്പോൾ മനസ്സിലായിക്കണം, അദ്ദേഹം കൺവെർട്ട് ചെയ്ത യഹൂദനാണ്. കൺവെർട്ട് ചെയ്ത യഹൂദന്മാരെയാണ് പ്രോസ്ലൈറ്റ് ജ്യൂസ് എന്ന് പറയുന്നത്. പരിച്ഛേദന, യാഗം, ബാപ്റ്റിസം ഒക്കെ മതി. അപ്പോൾ പ്രോസ്ലൈറ്റ് ജ്യൂസുണ്ട്, ഗ്രീക്ക് സംസാരിക്കുന്ന ഹെലനിസ്റ്റിക് ജ്യൂസുണ്ട്, ഹീബ്രു സംസാരിക്കുന്ന നേറ്റീവ് ജ്യൂസുണ്ട്. അങ്ങനെയുള്ള ഒരു മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വിസ്റ്റിക് ചർച്ചാണത്. വളരെ സെൻസിറ്റീവായ പ്രശ്നം സഭയ്ക്കകത്തുണ്ടായി. ഈ 6-ാം അധ്യായത്തിലെ വിഷയം 7 അയലത്തൂടെ പോയാൽ മതി, നമ്മുടെ സഭ വളരും. കാരണം ഇവിടെ ജെൻഡർ ഇഷ്യൂ ആണ്. കാരണം വിഡോസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, അതാ വിഷയം. നിസ്സാര വിഷയമാണോ? ഞങ്ങളുടെ വിധവമാരോട് തന്നെ നെഗറ്റീവായിട്ട് നിങ്ങൾ പെരുമാറുന്നത്? അത് മതി വിഷയം ഉണ്ടാകാൻ. ജെൻഡർ അവിടെ വിഷയമാണ്, ലാംഗ്വേജ് അവിടെ വിഷയമാണ്, റേസ് അവിടെ വിഷയമാണ്, കൾച്ചർ അവിടെ വിഷയമാണ്, ഡിസ്ക്രിമിനേഷനും സെഗ്രിഗേഷനും അവിടെയുണ്ട്. ഇത്രയും വലിയ സെൻറ്റിമെൻ്റൽ ഇഷ്യൂ ആ സഭയെ പിളർത്തിയില്ല കേട്ടോ. ഇത്രയും വലിയ വിഷയമുണ്ടായിട്ട് ആ സഭ വളർന്നില്ല. 10,000-കണക്കിന് ഡിനോമിനേഷൻ ഈ ലോകത്തുണ്ടെന്ന് ഓർക്കണം. കാൽവറി മുതൽ കല്ലുമല വരെ ഓർക്കണം. നിസ്സാര വിഷയമല്ല. ബൈബിളിൽ നിന്ന് ഒത്തിരി അകന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും വലിയ വിഷയമുണ്ടായിട്ട് സഭ മൾട്ടി കൾച്ചറലാണ്. സഭയുടെ രൂപീകരണം തന്നെ നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 19 ടെറിട്ടറിയിലെ ആൾക്കാരുണ്ട്, 19 ലാംഗ്വേജുകാരുണ്ട്. പല ഭാഷക്കാരെയും പല ആൾക്കാരെ ചേർത്തുകൊണ്ടാണ് അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ ക്രൈസ്തവ സഭയുടെ ഹിസ്റ്റോറിക്കൽ ഫോർമേഷൻ. വെളിപ്പാട് പുസ്തക സഭയെ നിങ്ങൾ നോക്കൂ. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കണ്ടോ, സഭ മൾട്ടി ലിംഗ്വിസ്റ്റിക്കാണ്, മൾട്ടി കൾച്ചറലാണ്. ഇതിനെ കൈകാര്യം ചെയ്യാൻ മനസ്സിലായി ഇൻ്റലക്ച്വൽ കൈസ്മാരി ലീഡർഷിപ്പിനെ പറ്റത്തുള്ളൂ. ഇതിനെ കൈകാര്യം ചെയ്യാൻ പ്രേരിതരായ ലീഡർഷിപ്പിനത് പറ്റത്തുള്ളൂ. കണ്ടോ, ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ഞങ്ങളുടെ വിഡോസിനോട് ഫുഡിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട്, ഡെയിലി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡിസ്ക്രിമിനേഷൻ കാണിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സഭയിൽ നിൽക്കുന്നില്ല എന്ന് അവർ പറഞ്ഞില്ല. കണ്ടോ, ഹല്ലേലൂയ. ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് സഭയെ പിളർത്തിയില്ല. നിങ്ങൾ പഠിച്ചു പിന്നീട്, ഇത് ദിവസങ്ങളുള്ള പഠനങ്ങളാണ്. ഞാനൊരു സാമ്പിൾ മാത്രം പറഞ്ഞ് നിർത്താം. അടുത്ത കോൺഫ്ലിക്റ്റ് 15-ാം അധ്യായം 1 മുതൽ 30 വരെ, തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. ക്രൈസ്തവ സഭ നേരിട്ട ഏറ്റവും വലിയ മേജർ ഇഷ്യൂ എന്തുവാ? പരിച്ഛേദനവാദം. 2 ഗ്രൂപ്പ്. ജൂയിഷ് ലീഗലിസത്തിൻ്റെ വക്താക്കൾ, ഒരു വശത്തെ റാഡിക്കൽസ്, ന്യായപ്രമാണവാദികൾ. അവർ പറഞ്ഞു മൊസൈക്ക് ലോ വേണം, രക്ഷ പൂർണ്ണമാണെങ്കിൽ റിച്വലിസ്റ്റിക് ലോ വേണം, പരിച്ഛേദനയും വേണം. ആരാണ് റാഡിക്കൽസ്? ജൂയിഷ് റിലീജിയസ് ലീഗലിസത്തിൻ്റെ വക്താക്കളാണ്. ആചാരങ്ങൾ വേണം. മറ്റവർ പറഞ്ഞു വേണ്ട, നമ്മുടെ പിതാക്കന്മാർക്ക് പോലും ചുമക്കാൻ വയ്യാത്ത ഈ തുക ഈ പാവങ്ങളുടെ തലയിൽ തന്നെ വെക്കുന്നത്. അവരുടെയും നമ്മുടെയും ഹൃദയം വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. പുതിയ ഉടമ്പടിയിലേക്ക് വന്നവിടെ മേൽ മൊസൈക്കിലോ അടിച്ചേൽപ്പിക്കരുത്. മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു. 15-ന്റെ 2 പറയുന്നു അല്പമല്ലാത്ത വാദവും തർക്കവും. 15-ന്റെ 7 മച്ച് ഡിബേറ്റ്. ഉണ്ടോ, പൗലോസും ബർണ്ണബാസും അതിനോട് ഡിസഗ്രി ആയി. വലിയ ലീഡേഴ്സാണ് ആ കാലത്ത്. തലയെടുപ്പുള്ള എല്ലാ ബിഷപ്സും ഉണ്ട്. ക്രൈസ്തവ സഭ നേരിട്ട ഏറ്റവും വലിയ മേജർ ഇഷ്യൂ ആയിരുന്നത്. സഭ പിളർന്നില്ല. ഉണ്ടോ, 6-ാം അധ്യായത്തെ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് ഇഷ്യൂ വന്നിട്ട് സഭ പിളർന്നില്ല. 15-ാം അധ്യായത്തിലെ തിയോളജിക്കൽ ഇഷ്യൂ സഭയെ പിളർത്തിയില്ല. ഇന്ന് ലോകത്തെമ്പാട് സഭയുണ്ടായത് തിയോളജിയുടെ, ഡോക്ടറിൻ്റെ, ഡോക്ടറിയുടെ, ഹെർമനോട്ടിക്സിൻ്റെ പേരിലാണെന്ന് ഓർക്കണം. ഇവിടെയാണ് ആത്മാവിനാൽ നയിക്കപ്പെട്ട ലീഡർഷിപ്പ്, ആത്മാവിനാൽ നയിക്കപ്പെട്ട സഭ. ഇത്രയും വലിയ മേജർ ഇഷ്യൂ അവർ എന്നാൽ നമുക്ക് പരിച്ഛേദനക്കാരുടെ സഭ അങ്ങനെ ഇല്ല. എന്താ സഭ വളരാതിരുന്നതിൻ്റെ കാരണം? 15-ന് 28 കാണിച്ച് എന്താ 15:28 പിള്ളേരുടെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും ഒരുപോലെ തോന്നി.
വഴക്കൊണ്ടിരുന്ന രണ്ട് പാനലായിട്ട് വഴക്കൊണ്ടിരുന്നവർ ഡിബേറ്റ് എവിടെ പോയി? തർക്കം എവിടെ പോയി? കോൺഫ്ലിക്റ്റ് എവിടെ പോയി? എവിടെ പോയി? ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നി. പരിശുദ്ധാത്മാവിന് തോന്നുന്നതേ കമ്മിറ്റിക്ക് തോന്നാവൂ, പരിശുദ്ധാത്മാവിന് തോന്നുന്നത് ബോർഡിന് തോന്നാവൂ, പരിശുദ്ധാത്മാവിന് തോന്നുന്നത് സഭയ്ക്ക് തോന്നാവൂ. ഹല്ലേലൂയ. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നി. തിയോക്രാറ്റിക് പ്രെസ്ബിറ്ററി എന്ന ചർച്ച് കൃഷ്ണ വാക്ക് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു അഭിഷിക്ത സംഘമാണത്. എവിടെ പോയി തർക്കം? 28-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ തർക്കമൊക്കെ ആവിയായി പോയി. എവിടെ പോയി ഡിബേറ്റ്? എവിടെ പോയി പ്രശ്നം? പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തു. പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തപ്പോൾ അതിന് കീഴ്പ്പെട്ട ലീഡർഷിപ്പ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഭയെ തീരുമാനം എടുക്കേണ്ടത്, പരിശുദ്ധാത്മാവ് സഭയെ നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ജോലിയാണ് ബോർഡിനും കമ്മിറ്റിക്കൊക്കെ ഉള്ളത്. എക്ലീസിയാസ്റ്റിക്കൽ കോർട്ട് പോലും പണ്ടുണ്ടായിരുന്നു, ചർച്ച ബോർഡിനുണ്ടായിരുന്നു എക്ലീസിയാസ്റ്റിക്കൽ കോർട്ട്. ചർച്ച ബോർഡിൻ്റെ ആദ്യത്തെ ജനറൽ ഓഫീസറിനെ വിസ്തരിച്ച് പുറത്താക്കിയത് ആ കോടതിയാണ്. സഭയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്, ട്രൈബ്യൂണൽ. അങ്ങനെ കൊരിന്ത്യ സഭയിലതാണ്. എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും, കർത്താവിൻ്റെ ആത്മാവ്, 3 ആത്മാവാണ്. എൻ്റെ ആത്മാവ്, ഞാൻ യാത്രയിലാണ്, അതുകൊണ്ട് അപ്പോസ്തലൻ്റെ കൺസെൻറ്റ് വേണം. നിങ്ങളുടെ ആത്മാവ്, സഭയുടെ കൺസെൻറ്റ് വേണം. കർത്താവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ കൺസെൻറ്റ് വേണം. ഇത് 3 കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അവനെ ഡിസ്വല്യൂഷൻ ചെയ്യാനാണ് പറഞ്ഞത്, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതായിരുന്നു കൊരിന്ത്യ സഭയിലെ ഡിസിപ്ലിനറി ആക്ഷൻ പോലും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട സഭ. എന്താ സഭ വളരാത്തത് മനസ്സിലായോ? എന്താ ലോകത്തെ സ്വാധീനിക്കാൻ പറ്റാത്തത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റാത്തത് മനസ്സിലായോ? സഭ അതിൻ്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സഭ ഏറ്റെടുക്കണം. രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ്. മൂന്നാമത്തെ കോൺഫ്ലിക്റ്റ് 15:38, 15:38. താങ്ക് യു, വായിക്കണ്ട, അത്ര സഭയോടെ ഞാൻ എടുത്തോളാം. താങ്ക് യു. മൂന്നാമത്തെ കോൺഫ്ലിക്റ്റ് മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. 6-ലെ വിഷയം, 6-ാമത്തെ വിഷയം കൾച്ചർ, 15-ലെ വിഷയം തിയോളജി, 38-ലെ വിഷയം മിഷൻ. ആരൊക്കെ തമ്മില? അന്നത്തെ ഏറ്റവും വലിയ 2 നേതാക്കന്മാർ തമ്മിൽ, ബർണ്ണബാസും. ഇവർ തമ്മിൽ യോജിപ്പായിരുന്നു മേളത്തെ വിഷയത്തിൽ. കണ്ടോ, മേളി വായിക്കുന്നുണ്ട്. പൗലോസും ബർണ്ണബാസും അവരോട് ഡിസഗ്രി ചെയ്തു പരിച്ഛേദനവാദത്തോട്. പക്ഷേ 38 വന്നപ്പോൾ അവർ തമ്മിൽ ക്ലാഷായി. മൂന്നാമത്തെ കോൺഫ്ലിക്റ്റ് ബർണ്ണബാസും പൗലോസും തമ്മിൽ മിഷൻ്റെ പേരിൽ. എന്താ കാരണം? ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് മുങ്ങിയ ജോൺ മാർക്ക്. ഇടയ്ക്ക് വെച്ച് മുങ്ങുന്നവരുണ്ടല്ലോ, ഇന്നും മുങ്ങിയവരുണ്ടൊക്കെ. ഇടയ്ക്ക് വെച്ച് മുങ്ങുന്നവരുണ്ടല്ലോ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജോൺ മാർക്ക് അങ്ങ് മുങ്ങി. പൗലോസ് പറഞ്ഞു രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അവനെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. അതാ തർക്കം. ബർണ്ണബാസ് അവനെ ചേർത്ത് പിടിച്ചു. ബർണ്ണബാസും ജോൺ മാർക്കുമായിട്ട് റിലേഷനാണ്, ചേർത്ത് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി. കണ്ടോ, നിസ്സാര വിഷയ ആൾക്കാരല്ല, സാധാരണ ആൾക്കാരല്ല, അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ 2 പേരാണ്. ഉഗ്രവാദം ഉണ്ടായി. ജോൺ മാർക്ക് ഇടയ്ക്ക് വെച്ച് മുങ്ങിയതിന് ഒത്തിരി കമൻ്ററി ഉണ്ട് കേട്ടോ. പുള്ളിക്ക് സുഖമില്ല എന്ന് പറയുന്നുണ്ട്, അമ്മയ്ക്ക് സുഖമില്ല എന്നുകൊണ്ട് പോകാഞ്ഞാന്ന് പറയുന്നുണ്ട്, പുള്ളിക്ക് വയറുവേദനയാണെന്ന് പറയുന്നുണ്ട്, വേറെ ഒത്തിരി ഉണ്ട്. ഏതായാലും മുങ്ങുന്നവന് റീസൺ ഉണ്ടല്ലോ. സ്തോത്രം. എന്തായാലും ഇതിൻ്റെ പേര് തർക്കമായി. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. കേട്ടോണം, സെപ്പറേറ്റായി. 2 സഭയല്ല, 2 മിഷനാണ് ഉണ്ടായത്. വളരെ ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ പഠിച്ചോണം. അപ്പോസ്തലപ്രവൃത്തി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സഭ പിരിച്ചു വിടും. കാരണം നമ്മുടെ സഭയല്ല തോന്നും നമുക്ക്. സ്തോത്രം. ഇതെല്ലാം നിങ്ങളുടെ എല്ലായിടത്തും ഇതാ പ്രസംഗിക്കുന്നത്. കാനഡയിൽ എല്ലായിടത്തും ഇതാ പ്രസംഗിക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. അത് നിങ്ങളുടെ സഭ മാത്രമല്ല. സ്തോത്രം. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. തമ്മിൽ പിരിഞ്ഞു. ഞങ്ങൾ കുപ്രസിലേക്ക് പോയി, മറ്റൊരു കിരിക്കയിൽ സിറിയയിലേക്കും പോയി. മൂന്നാമത്തെ കോൺഫ്ലിക്റ്റും സഭയെ പുലർത്തിയില്ല. കാരണം ലീഡർഷിപ്പിനെ, അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിച്ചത് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതായിരുന്നു സഭ. ഐക്യതയുള്ള സഭ, 1:8 മിഷനുള്ള സഭ. 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ വിറ്റ്നസിങ് മിഷൻ
മിഷനുള്ള സഭ, നിങ്ങളുടെ സഭ മിഷനുള്ള സഭയായി മാറണം. അതാ 13-ാം തീയതി പറയുന്നുണ്ട്, ഞങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗലോസിനെയും ശീലാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കാൻ പരിശുദ്ധ പറഞ്ഞു. കമ്മീഷൻ ചെയ്തത് ഹോളി സ്പിരിറ്റ്, ഓർഡൈൻ ചെയ്തത് ഹോളി സ്പിരിറ്റ്. ഈ സഭയിൽ നിന്ന് മിഷണറിമാരെ അയക്കണം. 1040 വിൻഡോസിലേക്ക്, അയൺ കർട്ടൻ വിൻഡോസ്, അയൺ കർട്ടൻ കൺട്രീസ്, അതറിയാം, അയൺ കർട്ടൻ കൺട്രീസ്, നോർത്ത് ഇന്ത്യയിലേക്ക്, ലാറ്റിൻ അമേരിക്കയിലേക്ക്, ആഫ്രിക്കയിലേക്ക് ഒക്കെ അയക്കണം. മിഷനുള്ള സഭ. അതാണ് 1:8 ഹോളി സ്പിരിറ്റിനെ തന്നത് ഇങ്ങനെ ഇരിക്കാനല്ല, ഹോളി സ്പിരിറ്റിനെ തന്നത് വിറ്റ്നസിങ്ങിന് വേണ്ടിയാണ്, മിഷന് വേണ്ടിയാണ്. രസകരമായ പഠനം എന്നാണെന്നറിയോ? അപ്പോസ്തലപ്രവൃത്തി 1:8 അപ്പോസ്തലപ്രവൃത്തി തന്നെ കംപ്ലീറ്റ് ആയി. അവർ ജെറുസലേമിൽ സഭ സ്ഥാപിച്ചു. 2-ാം അധ്യായത്തിലും 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ജെറുസലേമിൽ സഭ സ്ഥാപിച്ചു, ജുഡിയായി സഭ സ്ഥാപിച്ചു. 8-ാം അധ്യായത്തിൽ ശമരിയയിൽ സഭ സ്ഥാപിച്ചു. 10-ാം അധ്യായത്തിൽ വിജാതിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. 9-ാം അധ്യായത്തിൽ സെമിറ്റി മതക്കാരനായ പൗലോസിന്റെ കൺവേർഷൻ. 13-ാം അധ്യായം മുതൽ സഭ വളരുകയാണ്. കൊരിന്തിൽ, തെസലോനിക്കയിൽ, ഫിലിപ്പിയിൽ, ഏഥൻസിൽ, റോമിൽ, യൂറോപ്പിൽ, ഏഷ്യയിൽ എല്ലായിടത്തും അപ്പോസ്തലപ്രവൃത്തി 1:8 അപ്പോസ്തലപ്രവൃത്തി തന്നെ പൂർത്തിയായി. അതായിരുന്നു ആ ആത്മാവ്. 33 വർഷം കൊണ്ട് എവിടെല്ലാം സഭ സ്ഥാപിക്കും അവിടെല്ലാം ആ സഭ സ്ഥാപിച്ചു. പരിശുദ്ധമാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം എവിടെ? ജെറുസലേം, ഹോം ടൗൺ ഇവാഞ്ചലിസം. അടുത്തെവിടെ? ജുഡിയ, നെയ്ബർഹുഡ് ഇവാഞ്ചലിസം. അടുത്തെവിടെ? ശമരിയ, ക്രോസ് കൾച്ചർ ഇവാഞ്ചലിസം. പിന്നെ ഭൂമിയറ്റത്തോളം. ഇത് മിഷൻ്റെ ആത്മാവാണ്, ഇത് യൂണിറ്റിയുടെ ആത്മാവാണ്, ഇത് അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിച്ച പരിശുദ്ധാത്മാവാണ്. പ്രസംഗിക്കേണ്ടത് കണ്ടോ, 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായം 6-ാം വാക്യം, ആസിയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മാവ് വിലക്കി. ബിദുനിക്ക് പോകാൻ ശ്രമിച്ചു, ആത്മാവ് തടഞ്ഞു. എവിടെ പ്രസംഗിക്കണം എവിടെ പ്രസംഗിക്കരുത് പോലും ഹോളി സ്പിരിറ്റാണ് പറഞ്ഞ്. പ്രീച്ചിങ്ങിനെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവ്. കമ്മീഷൻ ചെയ്തത് 13-ാം തീയതി കമ്മീഷൻ ചെയ്ത പരിശുദ്ധാത്മാവ്. ഓർഡൈൻ ചെയ്ത് പരിശുദ്ധാത്മാവ്. ഇവാഞ്ചലിസത്തെ നിയന്ത്രിച്ച പരിശുദ്ധാത്മാവ്. 8-ാം അധ്യായത്തിൽ തേരിനോട് ചേർന്ന് നടക്കാൻ ആത്മാവ് പറഞ്ഞു. സ്നാനം കഴിഞ്ഞിട്ട് ആത്മാവ് എടുത്തുകൊണ്ടുപോയി. മിനിസ്ട്രിയെ, ഇവാഞ്ചലിസത്തെ നിയന്ത്രിച്ച പരിശുദ്ധാത്മാവ്. പ്രാർത്ഥനയുള്ള സഭ. അവർ പ്രാർത്ഥിച്ചപ്പോൾ 1-ാം വാതിലും 2-ാം വാതിലും തുറന്നു പത്രോസ് പുറത്തു വന്നു. ആരാധനയുള്ള സഭ. 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രസംഗിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് വീട്ടിൽ പോയി സ്റ്റഡി ചെയ്യുന്ന, സെർച്ച് ചെയ്യുന്ന, ഡെയിലി ഫൈൻഡ് ഔട്ട് നടത്തുന്ന, ബൈബിൾ പഠിക്കുന്ന സഭ. തുറന്നോസിൻ്റെ പാഠശാലയിൽ നിരന്തരം സംവാദം നടത്തുന്ന സഭ. ബൈബിൾ സ്റ്റഡിയുള്ള സഭ. വേദപുസ്തകം പഠിക്കുന്ന സഭ. കൃപാവരങ്ങളുള്ള സഭ. കറേജുള്ള സഭ. നിങ്ങൾ നോക്കി 21:9 ആ സഭയിൽ ഒരുത്തിന് ആകെ 4 പെമ്പിള്ളേരും ഉണ്ടായിരുന്നു, 4 പ്രവാചകിമാർ. സ്വതന്ത്രം ചെയ്താട്ടെ. അമ്മമാരും കേട്ടോണം. 4 പേര് പ്രവാചിമാരാണ് ആ വീട് നിനങ്ങനെ ഓർത്ത്. സോദരം ചങ്ങനൂന്ന് കഴിഞ്ഞ വർഷം ഒരു മോള് മിസ്സായി പോയി. ഒറ്റ മോളേ ഉള്ളൂ. അപ്പം ഗൾഫിലെ അമ്മ അവിടെ ഒരു മോളേ ഉള്ളൂ. BBS അധ്യാപികയാണ്, വർഷിപ്പ് ലീഡറൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു രഹസ്യത്തിൽ, അപ്പോൾ ഞങ്ങളുടെ MLA ചെങ്ങുന്നുകാരവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ MLA മിനിസ്റ്ററാണ് സഹിച്ചറിയാൻ. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു മോള് മിസ്സായി പോയി, എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടു. 2 ദിവസമായിട്ട് കാണാനില്ല. തിരുവല്ല ബാലികമ്മടത്ത് +2 പഠിക്കുക. ഞാൻ ഇടപെട്ട കേസാണ്, പിടിച്ചുകൊണ്ട് വന്ന കേസാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് പൊള്ളാച്ചിയിലെത്തി. പൊള്ളാച്ചി അവിടെ കിടക്കുന്നു, ചെങ്ങന്നൂർ അവിടെ കിടക്കും. പൊള്ളാച്ചി 2 ദിവസം കഴിഞ്ഞിട്ട് +2കാരി കവിയൂരുള്ള ഒരു 35 വയസ്സാൻ്റെ കൂടെ പോയി താമസിക്കുക. വർഷിപ്പ് ലീഡറാണേ, BBSൻ്റെ അധ്യാപികയാണ്. ചുരിദാർ ഇട്ടതുകൊണ്ടായില്ല, യേശുമായിട്ട് വ്യക്തിപരമായ ബന്ധം വേണം. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞാൻ സ്റ്റേഷനിലുണ്ട്. ഇൻസ്റ്റഗ്രാമിനോട് ബന്ധപ്പെട്ടതാണ്. +2കാരിക്ക് 2 സിമ്മ്. അതങ്ങനെ അനുഷ്കാപരം പറഞ്ഞാൽ അമ്മയ്ക്ക് 3 സിമ്മ. പിന്നെ അങ്ങനെ സ്തോത്രം. ചുമ്മാതെ പറഞ്ഞല്ല, അമ്മയെ കളിയാക്കാൻ പറഞ്ഞല്ല. മാക്സിം ഗോർക്കി പറഞ്ഞ പോലെ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ പദമാണ്. ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ല. അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെ കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, SA എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ അമ്മയ്ക്കിട്ട് പറഞ്ഞത് മനസ്സിലാക്കണം. മെഡിക്കൽ എടുത്തിട്ട് കൗൺസിലിങ്ങിന് വിട്ടു. അവനെതിരെ പോക്സോ കേസ് എടുത്ത് മാവേലിക്ക സബ്ജിയിലേക്ക് റിമാൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് പറയുന്നത്. നിരന്തരം ഒരു കേസ് ഡയറിയിൽ ഒരു കേസാണ് പറഞ്ഞത്. ഞങ്ങൾ നിരന്തരം എടുത്ത് ഒത്തിരി കേസുണ്ട്. ചിലതിന് രക്ഷപ്പെടുത്തും, ചിലതിനും പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് വലിയ അലേർട്ടായിരിക്കണം. സ്തോത്രം.
അതുകൊണ്ടാണ്ടോ 21:9 സ്തോത്രം. നമുക്ക് നിർത്താം, വന്നാട്ടെ പാട്ട്. ഞാൻ പറഞ്ഞാലൊക്കെ പറഞ്ഞു പോയി, ഇത് വലിയ സ്റ്റഡിയാണ്. സ്തോത്രം സ്തോത്രം. 21:9 എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടോ, നമ്മുടെ കുടുംബസഭ അതായിരിക്കണം. കോയർന്ന് മുന്നോട്ട് വന്നാട്ടെ, നമുക്ക് ക്ലോസ് ചെയ്യാൻ പോകാം. സ്തോത്രം. കൃപാവരമുള്ള സഭ. നമ്മുടെ മക്കൾ അന്വേഷണം പറയുന്നുണ്ടോ? ഇപ്പോഴും അതുകൊണ്ട്. 21 സുഭാഷ പ്രാർത്ഥന പാണാടി ഞങ്ങളെ അറച്ചിൽ ഈടെ നടന്നപ്പോൾ 7 8 പഠിക്കുന്ന 4 പിള്ളേർ അന്വേഷണം പറഞ്ഞു. ഒരു രോഗി ഇന്നും ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴത്തേന് ഇന്നും പിന്നെ ചർച്ച വന്നു. ഒരു കിടപ്പ് രോഗി ഇപ്പം നടന്ന് സ്ഥിരം യോധന വരുന്നു. ഇന്ന് ഹീലിംഗ് ഉണ്ട്, ഇന്ന് അന്വേഷണം പറയും, ഇന്നും പ്രവചനമുണ്ട്. കൃപാവര സമൂഹമാകണം. നിങ്ങൾ കൃപാവരങ്ങളെ സഭാ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത് കൃപാവര സമൂഹമായിരുന്നു. സ്തോത്രം. ഉള്ളതെല്ലാം പൊതുവകയെന്നെണ്ണി ഷെയർ ചെയ്യുന്ന സഭയായിരുന്നു ആ സഭ. സ്തോത്രം. കെയറിങ് ചർച്ചായിരുന്നു, കൂടെയുള്ളവരെ കെയർ ചെയ്യുന്നവരായിരുന്നു, സ്നേഹമുള്ള സഭയായിരുന്നു. ബ്രദർഹുഡ്, ഹോളിനസ്, ഗിവിങ് ചർച്ച്. 20:35, 11:29 കളക്ഷൻ എടുത്തിട്ട് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കും. മൂപ്പന്മാർക്ക് കൊടുക്കുന്ന ഗിവിങ് ചർച്ച്, ഗ്രോയിങ് ചർച്ച്. സ്തോത്രം. ഇതൊരു മോഡൽ അസംബ്ലിയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നാട്ടെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. ഇനി തന്നെ പഠിച്ചാൽ മതി ആ വിഷയം. അപ്പോസ്തലരുടെ മോഡൽ അസംബ്ലിയാണ്. യൂണിറ്റിയുടെ ആത്മാവ്, മിഷന്റെ ആത്മാവ്, അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിച്ചത്, സഭയുടെ ആഭ്യന്തര ഘടനയെ നിയന്ത്രിച്ചത്, സഭയുടെ പ്രീച്ചിങ്ങിനെ നിയന്ത്രിച്ചത്, വർഷിപ്പിനെ നിയന്ത്രിച്ചത്, ഇവാഞ്ചലിസത്തെ നിയന്ത്രിച്ച ഹോളി സ്പിരിറ്റ് ആണ്. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സഭയെ കൺട്രോൾ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സഭയെ നിയന്ത്രിക്കണമേ. എല്ലാ കൃപാവരങ്ങളും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കൃപാവര സമൂഹമായി ഞങ്ങളുടെ സഭയെ മാറ്റണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയട്ടെ, സഭയ്ക്കകത്ത് രോഗശാന്തി ഉണ്ടാകട്ടെ, സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ചാട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾ കൺട്രോൾ ചെയ്യണമേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആദിമ സഭയിൽ ഉണ്ടായതുപോലെ ആത്മപ്രവർത്തനം, ഒരു ഉണർവ് ഞങ്ങളുടെ ഇടയിൽ വെയിൽസിലും ടൊപ്പക്കയിലും അസൂസ സ്ട്രീറ്റിലും പ്രിൻസിക്കോളയിലും ക്ലീലാൻഡിലും പൂന മുക്തിമിഷനിലും തിരുനെൽവേലിയിലും പൂവത്തൂരുമൊക്കെ ഉണ്ടായ ഉണർവ് പോലെ ഒരു ഉണർവ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ മധ്യ അയക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ സഭ ഉപയോഗിക്കണമേ, ഞങ്ങളുടെ പലമുറകളെ ഉപയോഗിക്കണമേ എന്നെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നല്ലാത്മാവേ, എന്നെ നടത്തും നല്ലാത്മാവേ, എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടുമെന്തും എൻ കൂടെ ഇരിക്കും, എന്നോടുമെന്തും എൻ കൂടെ ഇരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ ഹല്ലേലൂയ ദൈവാത്മാവേ, ആമേൻ. എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടും മിണ്ടും എൻ കൂടെ ഇരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ ഹല്ലേലൂയ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ
കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, ഹല്ലേലൂയ. ഓ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. വഴിതാണെന്നു പറയും, വഴുതിടാതെന്നെ താങ്ങും. വഴിതാണെന്നു പറയും, വഴുതിടാതെന്നെ താങ്ങും. ആമേൻ. മരുഭൂമിയിൽ നീരുറവായി, മുറിവുകളിൽ നൽതൈലവും. ആമേൻ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവൻ. ആമേൻ. കാവൽ വേണം, പരിശുദ്ധാത്മാവൻ. ആമേൻ. കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. പരിശുദ്ധാത്മാവിൻ, പരിശുദ്ധാത്മാവിൻ. ആമേൻ. കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവൻ. ആമേൻ. ഹല്ലേലൂയ. കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ആമേൻ. വഴിതാണെന്നു പറയും, വഴുതിടാതെന്നെ താങ്ങും. വഴിതാണെന്നു പറയും, വഴുതിടാതെന്നെ താങ്ങും. ഓ മരുഭൂമി നൽനീരുറവാൻ, മുറിവുകളിൽ നൽതൈലവുമായി, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മവേ. ശക്തിയോടെ കരങ്ങളടിച്ചാമേ. ഹല്ലേലൂയ. ഓ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം. ആമേൻ. പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. ഹല്ലേലൂയ. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്